ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വേറെ രാഷ്ട്രീയമായിട്ട് ആർക്കും ഒന്നും പറയാനില്ല. പിന്നെ വിവാദം ഉണ്ടാക്കലാണ് പണി. ആരാവും ആരാവില്ല, ആരാക്കണം എന്നൊക്കെ. അപ്പോൾ ലീഗ് അതിലൊന്നും കക്ഷി ചേരുന്നില്ല എന്നുള്ളത് വളരെ നല്ല നിലക്ക് മീഡിയ ഒക്കെ അഭിപ്രായപ്പെടുന്നു. കാരണം നമുക്കിപ്പോൾ അധികാരം ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകും. അധികാരമല്ല ലീഗിനെ വളർത്തുന്നത്. അധികാരം ഇല്ലാത്തപ്പോഴാണ് ലീഗിന് വളർച്ചയുള്ളത്. കഴിഞ്ഞ 10 വർഷം ലീഗ് അധികാരത്തിലില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷം ലീഗിന്റെ ഗ്രാഫ് പരിശോധിച്ച് നോക്കുക. അഭൂതപൂർവമായിട്ടുള്ള നേട്ടമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കൈവന്നിട്ടുള്ളത്. അത് അധികാരത്തിന്റെ തണലിരുന്നു കൊണ്ടല്ല, അധികാരത്തിന്റെ അപ്പകഷ്ണം തിന്നുകൊണ്ടല്ല നമ്മൾ വളർന്നത്. അതൊരു ഉത്തരവാദിത്തമായി നമ്മൾ ഏറ്റെടുത്ത്. അധികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ദേശീയ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് സ്വന്തമായിട്ടൊരു ഓഫീസ് ഉണ്ടാവുക എന്നുള്ളത്, ഒരു ആസ്ഥാനം ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു ദേശീയ പാർട്ടിയുടെയും സ്വപ്നമാണ്. ആ സ്വപ്നവും നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു. അതിപ്പോൾ അധികാരം ഉണ്ടായിട്ടല്ല. സാധാരണ അങ്ങനത്തെ ഒക്കെ അധികാരം ഉണ്ടാകുമ്പോഴാണ് ചെയ്യാറുള്ളത്. നമുക്കത് പറ്റിയിട്ടില്ല. അധികാരത്തിന് കിട്ടുന്ന സമയത്താണ്. ഞങ്ങളെല്ലാവരും ഇതിന് സംഭാവന നൽകിയിട്ടുണ്ട്. ലീഗിൻ്റെ ഓഫീസുകളുടെ നിർമ്മാണം അങ്ങനെയാണല്ലോ. എൻ്റെ വാപ്പ പറയാറുണ്ടായിരുന്നു, അന്ന് മലപ്പുറത്ത് മുസ്ലിം ലീഗ് ഓഫീസ് ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ ഒരു മുതലാളി, അയാളെക്കാളും വലിയ മുതലാളിയായിരുന്നു. മുതലാളി ബാപ്പാനോട് പറഞ്ഞു, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഞാൻ ഉണ്ടാക്കിത്തരാം. ബാപ്പനോ വേണ്ട. നന്ദിപൂർവ്വം നിരസിച്ചു. ശരി, നിങ്ങൾ പറഞ്ഞ ശരിയാണ്. പക്ഷേ ഇതിൽ ഓരോ ഉറപ്പെടുത്തിട്ടാണെങ്കിലും ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകനും അതിൽ പങ്കാളികളാകണം. അങ്ങനെ ഞങ്ങൾ ഓഫീസ് ഉണ്ടാക്കിയാൽ മതി. അതാണ് ലീഗിൻ്റെ ഇത്. അങ്ങനെ ഓരോ ഉറപ്പെടുത്തിട്ടാണ് മലപ്പുറത്ത് ആദ്യത്തെ ലീഗ് ഓഫീസ് ഉണ്ടാക്കിയത്. രണ്ടാമത്തും ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പറ്റിയത് 10 റുപ്യായിരുന്നു ഓരോ പ്രവർത്തകനും എടുത്ത്. മുസ്ലിം ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് അങ്ങനെ തന്നെ എടുക്കാറുള്ളത്. സാധാരണക്കാരുടെ ഓരോ പ്രവർത്തകന്റെയും അവനാൽ കഴിയുന്നത് സ്വരൂപിച്ചുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ദേശീയ ആസ്ഥാനം ഖായിദ മില്ലത്ത് സെന്റർ QMC ഇന്ന് ഡൽഹിയിലൊരു വലിയ അഡ്രസ്സായി അത് മാറിയിരിക്കുന്നു. അപ്പം ഇങ്ങനെ ജനങ്ങളിൽ നിന്നും പ്രവർത്തകന്മാരിൽ നിന്നും ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഈ ലക്ഷ്യമൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അധികാരത്തിൽ ഇല്ലാത്തപ്പോഴാണ്. അത് പറയാൻ അതൊക്കെ പറഞ്ഞു. അധികാരം ഒരിക്കലും ഒരു തണലല്ല. അധികാരം ഒരു ഉത്തരവാദിത്തമാണ്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അധികാരം കിട്ടുന്നതാണല്ലോ മീഡിയയൊക്കെ പറയണത്. അൽഹംദുലില്ലാഹ് കിട്ടട്ടെ. നമുക്ക് ആ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ നിർവഹിക്കണം എന്ന് ഇൻഷാ അല്ലാഹ് കേരളത്തിൽ നമുക്ക് നല്ലൊരു മാതൃകയായിട്ട് തന്നെ നമുക്ക് അധികാരത്തിൽ നിലനിർത്തണം, അധികാരത്തിൽ തുടരണം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.